ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിറം ഡിസൈൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡബിൾ ലെയർ അംബ്രല്ല സ്കർട്ട് ഒരു സാരിയിൽ നിന്നാണ് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നത്. ഇതിപ്പോൾ സാരിയുടെ രണ്ട് ഭാഗത്തും ബോർഡർ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ മാറ്റിയതിന് ശേഷം വേണം സ്കർട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്യാനുള്ളത്. ഒരു അംബ്രല്ല സ്കർട്ടിന് ഏകദേശം 3 മീറ്റർ മെറ്റീരിയൽ ആവശ്യമാണ്. അപ്പോൾ ഇതിപ്പോൾ സാരിയിൽ 6 മീറ്റർ, 5.5-6 മീറ്റർ വരെ കാണും. അപ്പോൾ 2 ലെയറാണ് വെക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊരു സാരി ഫുള്ളായിട്ട് വേണ്ടി വരും. ഇതിൽ മുന്താണിയുടെ ഭാഗം ഇതേ സെയിം തുണി തന്നെയാണ്, അല്ലാതെ വേറെ വർക്കൊന്നും അവിടെ ഇല്ല. അപ്പോൾ എന്തായാലും നമുക്കിത് 2 ബോർഡറും കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ നമ്മൾ അംബ്രല്ല സ്കർട്ടിന് വീതി തുണിയാണെങ്കിൽ അതാവും നല്ലത്. അല്ലാതെ ഈ സാരി തുണിയിൽ എന്തായാലും നമ്മൾ 2 ബോർഡർ കൂടെ മാറ്റി കഴിയുമ്പോൾ വീതി കുറയും. അപ്പോൾ നമ്മൾ ജോയിൻ്റ് ചെയ്ത് വെച്ച് ബാക്കി ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിൽ ബോർഡർ ഈ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ലൈനിങ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ ക്രോസ് ആയിട്ട് മടക്കിയിട്ടതാണ് ഇങ്ങനെ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ അളവെടുത്തത് ബോഡിയിൽ നിന്നാണ് അളവെടുത്തിട്ടുള്ളത്. അംബ്രല്ല സ്കർട്ടിന് 2 അളവ് മാത്രം മതിയാവും. ഒന്ന് ലെങ്തും ഫുൾ ലെങ്തും, പിന്നെ അതുപോലെ തന്നെ വേസ്റ്റ് റൗണ്ട് എത്രയാണെന്നും കൂടെ മതിയാവും. ലെങ്ത് 39 ആണ്. 39ൻ്റെ കൂടെ നമുക്ക് സീം അലവൻസ് ആയിട്ട് നമുക്ക് തയ്യൽ തുമ്പ് ഇടുന്നത് ബോട്ടം മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇട്ടാൽ മതിയാവും. വേസ്റ്റ് വന്നിട്ട് 26 ആണ്. 26ൻ്റെ കൂടെ ഒന്നുകിൽ 3 ഇഞ്ച് ലൂസ് ഇടുക, അതല്ല എന്നുണ്ടെങ്കിൽ 4 ഇഞ്ച് ലൂസ് വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒന്നുകിൽ അത് 26+4 കൂട്ടിയിട്ട് അതിൻ്റെ 4 എടുത്താലും മതി. അതല്ല എങ്കിൽ 26ൻ്റെ 4 ഭാഗം എടുത്തിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസ് വെച്ച് കൂട്ടുക. രണ്ടായാലും കറക്റ്റായിട്ടാണ്. ഇനി ഇതിൽ ഞാനിപ്പോൾ 7.25 ഇവിടെ വേസ്റ്റിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നാടയാണ് ഇതിലിടുന്നത്, ബാൻഡ് വയ്ക്കുന്നതല്ല, നാടയാണ് ഇടുന്നത്. അതുകൊണ്ട് കുറച്ച് ലൂസായാലും കുഴപ്പമില്ല, നാട കിട്ടുമ്പോൾ അത് ഓക്കെ ആവും. അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ വേസ്റ്റ് വന്നിട്ട് 7.25 എടുത്തു. ഇനി അത് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്താണ് ഇട്ടേക്കുന്നത്. കുറച്ചൊരു തയ്യൽ തുമ്പിന് വേണ്ടി ഞാൻ ഫ്രണ്ടിലോട്ട് കയറ്റി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതുപോലെ ഇവിടെ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എവിടെയാണോ 7.25 വരുന്നത് ആ ഭാഗത്ത് നമ്മളത് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഇത് വരച്ചതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ടേപ്പ് വെച്ചിട്ട് ഈ എൻഡിൽ എത്രയാണോ ആ പോയിൻ്റ്, ഇവിടെ എത്രയാണോ വരുന്നത് ആ മാർക്ക് 10ൻ്റെ അവിടെ ഇത് ഫുള്ളും റൗണ്ട് ചെയ്ത് നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു 7.25 നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിലിപ്പോൾ ഇവിടെ വരുമ്പോൾ കൂടുതലാണ്. അപ്പോൾ ഞാനിത് ആദ്യം മാർക്ക് ചെയ്ത് കറക്റ്റല്ല. അപ്പോൾ ഇനി അത് ഒന്നുകൂടി നമുക്ക് ഒന്ന് മാറ്റി കറക്റ്റായിട്ട് 7.25 എവിടെ വരുന്നു എന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം എടുത്തപ്പോൾ അത് കറക്റ്റായിട്ട് വരാത്തതുകൊണ്ടാണ് ആ 7.25 വേസ്റ്റിൻ്റെ വിട്ട് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടാത്തത്. അപ്പോൾ ഇതിലിപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് 7.25 എവിടെയാണോ വരുന്നത് അവിടെ മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ മുകളിൽ വെച്ചിട്ട് താഴോട്ട് ഇവിടെ എത്രയാണോ ഈ പോയിൻറ്റിൻ്റെ അവിടെ വരുന്നത് ആ മാർക്ക് എല്ലായിടത്തും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ വെച്ചിട്ട് 9ൻ്റെ അവിടെ തന്നെ നമ്മൾ, എന്നിട്ട് റൗണ്ട് നമുക്ക് കറക്റ്റ് ആവുമെന്ന് നോക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് 7.25 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് മാർക്ക് കറക്റ്റ്. അപ്പോൾ ഇത് നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ലെങ്ത് എടുക്കുമ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് 39 ഇഞ്ചാണ് വേണ്ടത്. ലൈനിങ് എടുക്കുമ്പോൾ ലൈനിങ്ങിൽ 39 കൊടുക്കണ്ട. നമുക്ക് എത്രയാണോ ലെങ്ത് അതിൽ നിന്ന് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കുറച്ച് വെട്ടിയാൽ മതിയാവും. അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്യാം.
അപ്പോൾ ഇതിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് ലെങ്ത് 38 മതിയാവും, 38 എടുത്താലും മതിയാവും. നമുക്കിതുപോലെ തന്നെ എല്ലായിടത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ടാണ് 39 ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് അതിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഭാഗം, എൻഡ് ഭാഗം ഇവിടെ ഇതാണ് മാർക്കിങ്. ഇത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം. 39 വേണ്ട, നമുക്ക് 1 ഇഞ്ച് കുറച്ചാണ് എടുത്തത്. നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മെയിൻ തുണി എടുത്ത് അതിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് 4ആയിട്ട് മടക്കുക. നമ്മൾ ഫോൾഡ് ചെയ്ത് ക്രോസ് ചെയ്ത് ഇടണം. ഇട്ടതിന് ശേഷം ലൈനിങ് എടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെക്കുക. അതേ അളവ് തന്നെയാണ്, പക്ഷേ ലെങ്ത് വരുമ്പോൾ 1 ഇഞ്ച് നമ്മൾ ലൈനിങ്ങിൽ കുറച്ചാണ് എടുത്തത്. ആ ലെങ്ത് 1 ഇഞ്ച് കൂട്ടി തന്നെ നമ്മൾ എൻഡ് ഭാഗം എടുക്കണം. ഇനി നമുക്ക് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നമ്മളൊരു 2 ഡബിൾ ലെയറാണ് ഇടുന്നത്. ഇതിപ്പോൾ ലൈനിങ് കൂട്ടാതെ മെയിൻ തുണിയിൽ ഡബിൾ ലെയർ വെച്ചിട്ടാണ് അംബ്രല്ല സ്കർട്ട് തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു പീസും കൂടെ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ നമ്മളിത് നേരത്തെ മാർക്ക് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ വീതി കുറഞ്ഞ തുണിയാണ് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൽ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടി വരും. അറ്റാച്ച് ചെയ്ത് നമ്മളിത് ജോയിൻ്റ് ചെയ്ത് അടിച്ചതിന് ശേഷം അതിനെ കറക്റ്റ് ചെയ്ത് ഇവിടെ വെട്ടി എടുക്കുക. അപ്പോൾ ഇത് ഈ ബോർഡർ ലാസ്റ്റ് നമുക്കതിൽ വെച്ച് കൊടുക്കണം. ആദ്യം നമുക്ക് ബോർഡർ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ക്രോസ് ചെയ്തിടുന്നതുകൊണ്ട് പറ്റില്ല. അപ്പോൾ അതാണ് ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലാസ്റ്റ് നമുക്ക് വെച്ച് കൊടുക്കണം. അതുപോലെ ആ സാരി തുണിയിൽ ബാക്കിയൊന്നും ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് വേസ്റ്റിൻ്റെ ഭാഗത്ത് ബാൻഡ് വെക്കുമ്പോഴും ഇത് വെച്ചിട്ട് തന്നെ നാടയിടുന്ന ഭാഗവും തയ്ക്കണം. അപ്പോൾ ഇത്രയാണ് ഡബിൾ ലെയർ അംബ്രല്ല സ്കർട്ടിൻ്റെ കട്ടിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.